ഇന്ത്യ വേഴ്സസ് സിംബാബ്വെ. അപ്പം ഇതുവരെയുള്ള ഇന്ത്യയുടെ വേൾഡ് കപ്പിലെ മാച്ചസ് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ മാച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ചാണ്. അപ്പം അതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ച് നടക്കാനുണ്ട്. അതായത് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ്. അത് നമ്മുടെ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. അപ്പം ആ മാച്ചിൽ ആക്ച്വലി സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ തോപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ നെറ്റ് റൺ റേറ്റ് ഒന്നും ഇന്ത്യക്ക് നോക്കേണ്ട ഒരു ആവശ്യത്തിലേക്ക് കടക്കത്തില്ല. കാരണം ഇന്നത്തെ കളി ഇന്ത്യ ജയിച്ചിട്ട് അടുത്ത് വരുന്ന കളി വെസ്റ്റ് ഇൻഡീസിനെയും ഇന്ത്യ തോപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സെമിയിലേക്ക് കയറും. അപ്പോൾ അതിനകത്ത് കാൽക്കുലേഷൻ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ സപ്പോസ് സൗത്ത് ആഫ്രിക്ക ഇന്ന് വെസ്റ്റ് ഇൻഡീസിനോട് തോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നെറ്റ് റൺ റേറ്റ് അവിടെ ഒരു റോൾ പ്ലേ ചെയ്യും. പിന്നെ വേറൊരു ചാൻസ് എന്ന് പറയുന്നത് ഈ സൗത്ത് ആഫ്രിക്ക വീണ്ടും സിംബാബ്വേയോട് തോക്കണം. അത് സൗത്ത് ആഫ്രിക്കയുടെ ഇപ്പോഴത്തെ ഒരു ഫോമിൽ ഒരു അസംഭവ്യമായൊരു കാര്യം തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, ഒരു ഫാക്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഇതുവരെയുള്ള അവരുടെ മജോറിറ്റി കളിയും കളിച്ചിരിക്കുന്നത് സെയിം ഗ്രൗണ്ടിലാണ്. വെസ്റ്റ് ഇൻഡീസ് അവർ ഈ ടൂർണമെൻറ്റിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഗ്രൗണ്ട് കളിക്കാൻ വരുന്നത്. അപ്പം ഒബ്വിയസ്ലി ഒരു ആഡഡ് അഡ്വാൻറ്റേജ് സൗത്ത് ആഫ്രിക്കൻ സൈഡിനുണ്ടായിരിക്കും. അപ്പം ഇതെല്ലാം കൂടി ഒരുമിച്ച് വരാനായിട്ട് ഇന്ത്യൻ ഫാൻസിന് എല്ലാവർക്കും കൂടെ കാത്തിരിക്കാം. പിന്നെ ഇന്ത്യയുടെ മാച്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് നമുക്ക് ടോപ്പ് ഓർഡറിൽ അല്ലെങ്കിൽ ബാറ്റിംഗ് ഓർഡറിൽ തന്നെ കുറേ ചേഞ്ചസ് പ്രതീക്ഷിക്കാം. കാരണം ലാസ്റ്റ് മാച്ച് സൂര്യകുമാർ യാദവ് നല്ലപോലെ തന്നെ തിലകിനെയും അഭിഷേക് ശർമ്മയൊക്കെ ഡിഫെൻഡ് ചെയ്തിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ദേ വർ നോട്ട് ഏബിൾ ടു ഡെലിവർ അപ് ടു ദെയർ എക്സ്പെക്ടേഷൻ. അപ്പം ഒബ്വിയസ്ലി അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ സൂര്യകുമാർ യാദവ് തന്നെ ഇതിന് ഒത്തിരി ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. അപ്പം ഈ പുറത്ത് വരുന്ന പിക്ചേഴ്സും പ്രാക്ടീസിൻ്റെ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു തൻ്റെ കീപ്പിംഗ് ഗ്ലൗസ് ഒക്കെ ആയിട്ട് കൂടുതൽ നേരം ഡ്രിൽ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒത്തിരി നേരം ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പം ഇത് തന്നെ നമ്മൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മുന്നിലുള്ള കളിയിൽ നമ്മൾ കണ്ടിരുന്നതാണ്. സഞ്ജു കുറേ നേരം പ്രാക്ടീസ് ചെയ്യുന്നു, ഇതെല്ലാം നടക്കുന്നു. പക്ഷേ ശീലം വന്നപ്പം പുള്ളി ഔട്ട്. പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് സഞ്ജു ഒന്നെങ്കിൽ ഓപ്പൺ അല്ലെങ്കിൽ വൺ ഡൗൺ, ഇതിലേതെങ്കിലും ഒരു സ്പോട്ടിലേക്ക് പുള്ളി തിരിച്ചെത്തുന്നതായിരിക്കും. പിന്നെ നാട്ടിലേക്ക് പോയ റിങ്കു സിംഗ് ഇന്നലെ വൈകിട്ട് മടങ്ങിയെത്തുമെന്നാണ് കേട്ടത്. ഇപ്പം മടങ്ങിയെത്തിയെങ്കിൽ തന്നെ ഐ എം നോട്ട് ഷുവർ ഹിൽ ബി ഏബിൾ ടു മേക്ക് ഇറ്റ് ടു 11. മോസ്റ്റ്ലി ലെഫ്റ്റിൽ സിംബാബ്വേയുടെ ടോപ്പ് ഓർഡറിൽ അധികം ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇനി വാഷിംഗ്ടൺ സുന്ദറിനെ നിർത്തണം എന്നൊരു ലൈൻ റീസണിലേക്ക് ഇന്ത്യൻ ടീം വീണ്ടും പോവുകയില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അക്ഷർ പട്ടേൽ ബീങ് ദ വൈസ് ക്യാപ്റ്റൻ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രൗണ്ടിലേക്ക് തിരിച്ചു വരുന്നു. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന മേജർ 2 ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു വിൽ ബി ബാക്ക് ഇൻ ടു 11 ഇൻ പ്ലേസ് ഓഫ് റിങ്കു സിംഗ് മോസ്റ്റ്ലി. ആൻഡ് നമ്മുടെ വൈസ് ക്യാപ്റ്റൻ പുള്ളിയും വാഷിംഗ്ടൺ സുന്ദറിനെ റീപ്ലേസ് ചെയ്ത് 11ലേക്ക് തിരിച്ചു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് നടന്ന കളികളിൽ പണ്ടത്തെ പോലെ ചെന്നൈയിൽ അത്രയും സ്പിന്ന് ഒരു ഫേവറായിട്ട് കാണുന്നില്ല. അപ്പം ബീങ് ലൈക്ക് ദ ലാസ്റ്റ് ഫ്യൂ മാച്ചസ് നമ്മൾ കണ്ടത് സ്പിൻ ഒരു വെല്ലുവിളി തന്നെയാണ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് ആസ് ഓഫ് നൗ. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ ഒരു ഫാക്ട് അവർക്കൊരു ആശ്വാസം വരുന്ന ഒരു ഫാക്ട് തന്നെയാണ്. പിന്നെ ലാസ്റ്റ് കളിയിൽ നടന്ന ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ ഓൾമോസ്റ്റ് 200 ടച്ച് ആയിട്ടുണ്ട് 2 കളികളിൽ. അപ്പം നമുക്ക് എന്തായാലും ഇന്ത്യ ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്കോർ തന്നെ ഇവിടെ പ്രതീക്ഷിക്കാം. ആൻഡ് സിംബാബ്വെ വളരെ കുറഞ്ഞ സ്കോറിൽ തന്നെ ഓൾ ഔട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മികച്ച റൺ റേറ്റ് കൂടി നല്ലൊരു വിജയം നമുക്കിവിടെ ഇന്ന് എക്സ്പെക്ട് ചെയ്യാം. താങ്ക് യു.